എങ്കിൽ പോലും നമ്മുടെ ആയുർവേദത്തിൻ്റെ കൺസെപ്റ്റിൽ അത് നമ്മുടെ ശരീരത്തിൻ്റെ ദോഷസമുദ്രത്തെ ബാധിച്ച് പല രോഗങ്ങൾക്കും അത് കാരണമാകുന്ന ഒരു കാലാവസ്ഥയാണ് ഇത്. അപ്പോൾ ഈ സമയത്ത് ആയുർവേദത്തിൽ നമ്മൾ മഴക്കാലത്തെ പറ്റി പറയുകയാണെങ്കിൽ മഴക്കാലത്തെ ആയുർവേദത്തിൽ പറയുന്നത് വർഷ ഋതു എന്നാണ് പറയുന്നത്, വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ആയുർവേദത്തിൻ്റെ വിധിപ്രകാരം നമ്മുടെ ഈ സമയത്ത് നമ്മുടെ ശരീരത്തിൻ്റെ ദഹനശക്തി കുറയുന്നു, അതുപോലെ രോഗപ്രതിരോധശേഷി കുറയുന്നു, വാതരോഗങ്ങൾ വർദ്ധിക്കുന്നു. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും സംഭവിക്കുന്നത്. നമ്മൾ കോമൺ ആയിട്ട് ഈ സമയത്ത് കാണുന്ന അസുഖങ്ങൾ എന്ന് പറയുന്നത് വയറിളക്കം, പനി, അതുപോലെ വയറുവേദന, ഡെങ്കിപ്പനി, എലിപ്പനി, മഞ്ഞപ്പിത്തം, ഇത്തരത്തിലുള്ള അസുഖങ്ങൾ വർദ്ധിച്ചു വരാൻ വളരെ അനുകൂലമായിട്ടുള്ള ഒരു കാലാവസ്ഥയാണ് ഇത്. അപ്പം ഇതിൽ നിന്നെല്ലാം നമുക്ക് പ്രതിരോധമാണ് നമുക്ക് ആവശ്യം. നമ്മൾ ശരിയായിട്ടുള്ള നമ്മുടെ ജീവിതശൈലി, ഭക്ഷണക്രമം, അതുപോലെ തന്നെ വ്യക്തി ശുചിത്വം, ഇതൊക്കെ പാലിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മഴക്കാലം എന്ന് പറയുന്നത് നമുക്ക് വളരെ ആരോഗ്യപൂർണ്ണമായിട്ടുള്ള ഒരു കാലമാക്കി നമുക്ക് മാറ്റാം. അപ്പം നമ്മൾ ആയുർവേദത്തിൽ പറയുന്നത്, ആയുർവേദ വിധിപ്രകാരം മഴക്കാലത്ത് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ നേരത്തെ എഴുന്നേൽക്കുക, എല്ലാവരും നേരത്തെ എഴുന്നേൽക്കുക, അതുപോലെ ലഘുവായിട്ടുള്ള വ്യായാമം ചെയ്യുക. ലഘുവായിട്ടുള്ളത് നമുക്ക് ദഹിക്കാൻ എളുപ്പമായിട്ടുള്ളതായിട്ടുള്ള ഭക്ഷണം നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തുക. പിന്നെ പകലുറക്കം ഒഴിവാക്കുക. പിന്നെ നമ്മുടെ വീടും പരിസരവും എപ്പോഴും നമ്മൾ വൃത്തിയായിട്ട് സൂക്ഷിക്കണം. കൊതുക് വളരാനുണ്ടാകുന്ന സാഹചര്യങ്ങളെല്ലാം നമ്മൾ ഒഴിവാക്കണം. ചിരട്ട, അതുപോലെ പ്ലാസ്റ്റിക് കുപ്പികൾ, അതിൻ്റെ അടപ്പ്, അതുപോലെ ഈ തൊണ്ട്, ഇങ്ങനത്തുള്ള കൊതുക് വളരാൻ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ എല്ലാം നമ്മൾ വൃത്തിയായി സൂക്ഷിക്കണം. അതില്ലാന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. കൊതുക് കടി ഏൽക്കാതിരിക്കാൻ നമ്മൾ മൊസ്കിറ്റോ റിപ്പലൻസ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ കൊതുക് വല ഉപയോഗിക്കാം. അതുപോലെ ആയുർവേദത്തിലെ തുളസിയുടെ നീരും കർപ്പൂരം ഇട്ട് കാച്ചിയ തൈലവും കൂടെ ചേർത്ത് കാച്ചി നമ്മുടെ പുറത്ത് പുരട്ടുവാണെങ്കിൽ കൊതുക് കടി ഏൽക്കാതെ നമുക്ക് കുറേയൊക്കെ അതിൽ നിന്ന് സംരക്ഷണം കിട്ടും. വീട്ടുമുറ്റത്ത്, വീട്ടിൻ്റെ പരിസരങ്ങളിൽ പലയിടങ്ങളിലായി തുളസിയുടെ ചെടി വളർത്തുന്നത് കൊതുക്, അതുപോലെ ഈച്ച ഇതൊക്കെ വളരാതിരിക്കാൻ നല്ലതാണ്. ഈ പുൽത്തൈലം, കർപ്പൂര തൈലം, ഇതൊക്കെ വെച്ച് നമ്മൾ മേശയൊക്കെ തുടയ്ക്കുന്നത് ഈച്ചയൊക്കെ വരാതിരിക്കാൻ വളരെ സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ ചില വീടുകളിൽ കുളം അങ്ങനത്തുള്ള ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. കൊതുക് വളരാനുള്ള സാഹചര്യം ഇല്ലാന്ന് ഉറപ്പാക്കണം. ഈ ഗപ്പി പോലുള്ള മീനുകളെയൊക്കെ വളർത്തുന്നത് കൊതുകൊക്കെ വളരാനുള്ള സാഹചര്യം കുറയ്ക്കുന്നതാണ്. പിന്നെ മറ്റൊരു അസുഖമാണ് എലിപ്പനി. അത് വെള്ളക്കെട്ടുകളിൽ നിന്നാണ് കൂടുതലായിട്ടും ഉണ്ടാകുന്നത്. അപ്പം വെള്ളം കെട്ടി നിൽക്കുന്ന സാഹചര്യത്തിൽ അത്തരത്തിലുള്ള വെള്ളത്തിൽ നമ്മൾ പോയി സ്പർശിക്കാതിരിക്കുക, എലിയുടെ കടി ഏൽക്കാതിരിക്കുക. ഇതൊക്കെയാണ് അതിൽ നമ്മൾ പ്രതിരോധിക്കാൻ പറ്റുന്നത്. അപ്പം പ്രതിരോധമാണ് നമുക്ക് അസുഖങ്ങൾ വരാതിരിക്കാനുള്ള മെയിനായിട്ടുള്ള ചികിത്സ. അപ്പം പ്രതിരോധം നല്ല